ഹലോ ഫ്രണ്ട്സ്, പൈത്തണിൽ പാണ്ടാസ് എന്ന് പറഞ്ഞ ലൈബ്രറി ഉണ്ട്. അത് മെയിൻലി ഡാറ്റ ഹാൻഡിൽ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന മറ്റൊരു ലൈബ്രറിയാണ് നംപൈ എന്നുണ്ട്. അതും നമ്മൾ അറേ ഹാൻഡിൽ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ലൈബ്രറി ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു CSV എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് പാണ്ട ലൈബ്രറിയുടെ യൂസേജും നംപൈയുടെ യൂസേജും നമുക്കൊന്ന് പഠിക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം അത് ഇമ്പോർട്ട് ചെയ്യുക. ഇമ്പോർട്ട് പാണ്ടാസ് ആസ് PD പറയുക. ഇമ്പോർട്ട് നംപൈ ആസ് NP എന്ന് പറയുക. ഇനി നമുക്കൊരു നംപൈ അറേ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഞാൻ ARR ഡാറ്റ എന്ന് പറയുന്നു, NP അറേ. ഇവിടെ നമ്മൾ 2 സ്ക്വയർ ബ്രാക്കറ്റുകൾ. ഇവിടെ ഞാനൊരു കുറച്ച് ഡാറ്റ എൻ്റർ ചെയ്യുന്നു. ഇവിടെ നെയിം, ഇതൊരു റോ ആണ് ഞാൻ എൻ്റർ ചെയ്യുന്നത്. കോളം ഒരു ലിസ്റ്റായിട്ടാണ് കൊടുക്കുന്നത്. നമ്മളുടെ ഒരു റെക്കോർഡുമായി ഒരു ഹെഡിങ്ങുമായി ഡാറ്റ ഫ്രെയിം ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ DF പാണ്ട ലൈബ്രറി നമ്മൾ PD എന്നാണ് പറയുന്നത്. PD ഡോട്ട് ഡാറ്റ ഫ്രെയിം പറയുക. അതിനകത്ത് ആദ്യം നമ്മൾ പറയേണ്ടത് റെക്കോർഡാണ്. അത് നമ്മൾ ARR ഡാറ്റ എന്ന് പറഞ്ഞ അറയിലുണ്ട്. അടുത്ത പറയേണ്ടത് കോളമാണ്. ഇവിടെ നമ്മൾ കോളംസ് എന്ന് പറയുക. എന്നിട്ട് ആ ARR കോളംസ് എന്നുള്ള ആ ലിസ്റ്റിനകത്തോട്ട് പാസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അതൊന്ന് പ്രിൻ്റ് ചെയ്യാം. ഇവിടെ പ്രിൻ്റ് DF ഡോട്ട് ഹെഡ് എന്ന് പറയുന്നത് ഒരു റെക്കോർഡേ ഉള്ളതുകൊണ്ട് നമുക്ക് ഒന്നൊന്ന് കൊടുക്കാം. എന്നിട്ട് നമുക്കത് ഒന്ന് റൺ ചെയ്യാം. അപ്പം നമുക്ക് ആ ഫസ്റ്റ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ CSVയിലോട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ DF ഡോട്ട് ടു CSV എന്ന് പറയുക. ഡാറ്റ ഫ്രെയിം ഡോട്ട് ടു CSV എന്നിട്ടൊരു ഫയൽ നെയിം കൊടുക്കും. ഇവിടെ ഞാൻ ടെസ്റ്റ് ഡാറ്റ എന്ന് പറയുന്നു ഡോട്ട് CSV. ഇത് നമുക്ക് എക്സലിൽ ഉപയോഗിക്കാൻ പറ്റും. നമുക്കൊന്ന് സേവ് ചെയ്ത് റൺ ചെയ്യാം. ഇപ്പം ഇനി നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ ടെസ്റ്റ് CSV എന്നായിരുന്നു. അതിവിടെ വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് അതിനകത്ത് കണ്ടൻറ്റ് നോക്കാം. ഇതാണ് അതിനകത്ത് കണ്ടൻറ്റ്.